വിനായക ചതുർത്ഥി എന്ന് ചന്ദ്രനെ നോക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും പറയുമ്പോൾ ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണ്. പക്ഷേ നമ്മളുടെ ആചാര്യന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ദിവസം സ്റ്റാർസിന്റെ ഒരു പ്രത്യേക കോൺസ്റ്റലേഷൻ രൂപപ്പെടും. അത് ആനയുടെ തലയുടെ രീതിയിലാണ്, നക്ഷത്രങ്ങളുടെ കൂട്ടം. മാത്രമല്ല, എന്തുകൊണ്ടാണ് ചന്ദ്രനെ നോക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? വേറെ ആരെയല്ല, ചന്ദ്രനെ നോക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രമാ മനസ്സോ ജാതഃ, ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു. ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാ നമ്മുടെ മനസ്സ് ജനിക്കുക? അതായത് അച്ഛന്റെ കുറെ സ്വഭാവം പുത്രന് കാണും. അതായത് ചന്ദ്രന്റെ കുറെ സ്വഭാവങ്ങൾ നമ്മളുടെ മനസ്സിനുണ്ട് എന്നർത്ഥം. ചന്ദ്രന്റെ പ്രത്യേകത എന്താ? 15 ദിവസം കൂടിക്കൊണ്ടിരിക്കും, 15 ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് 15 ദിവസം നല്ല പോലെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും, 15 ദിവസം ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സും ഇങ്ങനെയല്ലേ? ചില ദിവസം നല്ല ആവേശമാണ്, വളരെ സന്തോഷമാണ്. ചില ദിവസം ഇങ്ങനെ ഒന്നും ഒരു മൂടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഇരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ മനസ്സിനും വൃത്തിക്ഷയങ്ങൾ ഉണ്ട്. അതിനെ തന്റെ ശിരസിൽ ധനിക്കുന്നത് മൂലം എന്താണ് ഭഗവാൻ കാണിക്കുന്നത്? ഭഗവാൻ അതില് അധീശ്വത്വമുണ്ട്, മനസ്സില് അധീശ്വത്വമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം നമ്മളോട് ചന്ദ്രനെ നോക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അന്ന് ചന്ദ്രനെ അല്ല നോക്കേണ്ടത്, ഭഗവാനെയാണ് നോക്കേണ്ടത്, അല്ലെ? മനസ്സ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആണെന്ന് പറയില്ലേ, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മനസ്സ് ഇങ്ങനെ ചഞ്ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിന്റെ അധീശ്വത്വം സ്ഥാപിച്ചിരിക്കുന്ന ഗണേശനെ വേണം നമ്മൾ ശ്രദ്ധിക്കാനും ആരാധിക്കാനും.